all, welcome back to a brand new video from Lighthouse 777. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു മനോഹരമായ ഒരു കൊച്ചു റിസോർട്ടിലേക്കാണ്. ഇത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു റിസോർട്ടാണ്. വാഗമണിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ഹിൽസ് എന്ന റിസോർട്ടാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വളരെ മനോഹരമായ ഈ തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വാഗമണിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഈ റിസോർട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിലെ മാനേജറായ അനിയേട്ടൻ എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടാലോ. ഹായ്, ഞങ്ങൾ ഇത് ഐസ് ഹിൽസ് വാഗമണിലാണ്. ഫെസിലിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, സിനിമാസ് ഉണ്ട്, DJ ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്. ഇത്ര ഐറ്റംസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ധാരാളം ഗസ്റ്റുകൾ വന്നു തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളു. പിന്നെ ഈ റിസോർട്ടിൽ 3 ടൈപ്പിലുള്ള റൂം കാറ്റഗറീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് AC ആൻഡ് നോൺ AC സ്റ്റാൻഡേർഡ് റൂംസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഡീലക്സ് AC റൂംസ് ആണ്. പിന്നെ ടോപ്പ് മോസ്റ്റിൽ വരുന്നത് AC സ്യൂട്ട് റൂംസ് ആണ്. ഞങ്ങൾ ബേസിക്കലി 3 AC സ്റ്റാൻഡേർഡ് റൂംസും ഒരു ഡീലക്സ് AC റൂമാണ് എടുത്തത് ഞങ്ങളുടെ ട്രിപ്പിന്. ഈ കാണുന്നതാണ് സ്റ്റാൻഡേർഡ് AC റൂം. അത്യാവശ്യം വലിപ്പമുണ്ട് ഈ റൂമിന്. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ലപോലെ ക്ലീൻ ആയിരുന്നു, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 4 പേരുള്ള ഒരു ഫാമിലിക്ക് ഒരു അഡീഷണൽ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ റൂമിൽ കിടക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂമിൽ നിന്ന് നോക്കിയാൽ പോലും ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഹിപ്പി ക്യാമ്പ്സ് എന്നൊരു ട്രാവൽ കമ്പനി വഴിയാണ് ആക്ച്വലി ഈ റിസോർട്ട് ബുക്ക് ചെയ്തത്. അവരുടെ ഇൻസ്റ്റയിൽ ഈ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു റിസോർട്ട് ഉള്ളതായി നമ്മൾ അറിഞ്ഞത്. സോ ജസ്റ്റ് വോണ്ട് ടു താങ്ക് ഹിപ്പി ക്യാമ്പ്സ് ഫോർ അറേഞ്ചിങ് the stay over here and coordinating everything with the resort manager. നമുക്കിനി ഡീലക്സ് AC റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു ഫാമിലി ഡീലക്സ് AC റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് സ്പേഷ്യസ് ആയുള്ള റൂമായതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു റൂമിലാണ് കുടിയേറിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാങ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിവിങ് റൂമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ചായ കുടിയും കത്തിയടിയൊക്കെ നടക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു ചെറിയ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ നമുക്ക് AC ഉണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല അങ്ങോട്ടേക്ക് നമുക്ക് ഫുൾ റിസോർട്ടിൻ്റെ ഒരു വ്യൂവും കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല തേയിലത്തോട്ടങ്ങളുടെ ഒരു പച്ചപ്പും അതിൻ്റെ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് ഈ റൂമിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഈ റിസോർട്ടിലെ ഏറ്റവും പ്രീമിയമായ സ്വീറ്റ് റൂമാണ്. റിസോർട്ടിൻ്റെ ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ 4 സ്വീറ്റ് റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്വീറ്റ് റൂംസ് ബേസിക്കലി ഈ റിസോർട്ടിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് ലാർജർ ഇൻ സ്പേസ്. മാത്രമല്ല പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു മിറർ ചെസ്റ്റ് വരുന്നുണ്ട്, ഒരു മിനി ഫ്രിഡ്ജുണ്ട്, പിന്നെ AC ആസ് യൂഷ്വൽ, പിന്നെ ഒരു കിങ് സൈസ് ബെഡ്, കപ്പിൾ ഓഫ് സോഫാസ് ഉണ്ട്, പിന്നെ TV ദാറ്റ് ഇസ് ദെയർ. പിന്നെ ഈ കേർട്ടൻ ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് ജസ്റ്റ് സൂപ്പർ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാത്റൂമും നമുക്കിവിടെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത എല്ലാ റൂംസും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന് നമുക്ക് കിട്ടും.
ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് റൊമാൻറ്റിക് കപ്പിൾസിന് വേണ്ടിയുള്ള സ്പെഷ്യലി ഡിസൈൻഡ് ഹട്ട്സ് ആണ്. ഇവിടെ നമുക്ക് 4 ഹട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 4 ഹട്ട്സും ഈ തേയില തോട്ടത്തിൻ്റെ നടുവിലാണ്. സോ ദിസ് ഈസ് ബേസിക്കലി എ കോമ്പാക്ട് റൂം. ഹട്ടിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ, സ്പെസിഫിക്കലി മെൻറ്റ് ഫോർ കപ്പിൾസ്. പിന്നെ ഇതിൻ്റെ ബാത്റൂം വളരെ ചെറുതാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെയുള്ളൊരു കാര്യം, ഇവിടെ AC ഇല്ല, ഫാനും ഇല്ല. പ്രോബ്ലി എനിക്ക് തോന്നുന്നു ടേബിൾ ഫാൻസ് ചിലപ്പം അറേഞ്ച് ചെയ്ത് തരുമായിരിക്കും. സോ സമ്മർ സീസണിൽ ആണ് വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ല ചൂടായിരിക്കും ഇവിടെ. സോ ബേസിക്കലി വിൻ്റർ സീസണിൽ വന്ന് താമസിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഹട്ടിൻ്റെ ചുറ്റും തേയില തോട്ടങ്ങളായതുകൊണ്ട് നമ്മൾ ഈ കേർട്ടൻസൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫുള്ളും ഗ്രീനറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ അടിപൊളി വ്യൂ ആണ്. ഓരോ കർട്ടനും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചപ്പിൻ്റെ ഒരു പെരുമഴയാണ്. നമുക്കിനി ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. നല്ല ഒരു അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതായിട്ട് മഴയും മഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ പൂളിൽ ചാടാൻ പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പൂള് അത്യാവശ്യം നല്ലതാണ്. പിന്നെ കിഡ്സിനായിട്ട് ഒരു സെപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ സ്വിമ്മിങ് ട്യൂബ്സും ഫ്ലോട്ടേഴ്സൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതാണ് ഇവിടുത്തെ ജിം. ഇവിടുത്തെ എല്ലാ മെഷീൻസും ഫങ്ഷണൽ അല്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം ഫങ്ഷണൽ ആയിരിക്കും. ബട്ട് എനിവേസ് നമുക്ക് ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൊച്ചു ജിമ്മാണ് ഇവിടെയുള്ളത്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വന്ന സമയത്ത് മഴ ആയതുകൊണ്ട് ഇവർ അവരുടെ ട്രാവലറിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നതും കൊണ്ടുപോയതും. പിന്നെ കാലത്ത് നമുക്ക് നല്ലപോലെ വിറ്റമിൻ ഡി കിട്ടാനായിട്ടും ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഈ കാണുന്നത്. നമുക്ക് വൈകുന്നേരങ്ങളിലും അതുപോലെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനും കത്തി വെക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്.
പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ സമയത്ത് ഊഞ്ഞാലാടാനുള്ള അവസരവും ഇവിടെയുണ്ട്. അപ്പോൾ രാത്രിയായി നല്ല തണുപ്പുമായി പൂളിൽ ചാടാൻ സമയവുമായി. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് പൂളിൽ ചാടാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ റിസോർട്ടിലേക്ക് വരാം. നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഈ പൂളിൽ ഈ സമയത്ത് ചാടുന്നത്. ഇറ്റ്സ് റിയലി എൻജോയബിൾ. ചിലരൊക്കെ ഇവിടെ തണുത്തിട്ട് വിറച്ചിട്ട് ഇവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പൂളിലെ ചാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വിശന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് തരാൻ വേണ്ടിയാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. ഒരു കൊച്ചു റെസ്റ്റോറൻ്റാണ് ഈ റിസോർട്ടിലെ. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ താമസിച്ച ദിവസങ്ങളിൽ ഇവരുടെ മെയിൻ ഷെഫ് ഇല്ലാത്തതുകൊണ്ട് ചില ഫുഡ് ഐറ്റംസൊക്കെ ഇവർ പുറത്തുനിന്നാണ് വരുത്തിയത്. ഓവറോൾ ഫുഡ് ഓക്കെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി തിരിച്ച് റിസോർട്ടിലേക്ക് നടക്കുവാണ്. നമ്മുടെ കൂട്ടത്തിൽ കുറേ ബ്ലഫ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടു ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലഫ് മാസ്റ്റർ ഇൻ അവർ ടീം. അപ്പോൾ നമ്മുടെ ബ്ലഫ് മത്സരം എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഒരു ഫിലിം കാണാനായിട്ട് ഇവിടുത്തെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദിസ് മിനി തിയേറ്റർ ആൻഡ് സീ ഹൗ ഇറ്റ് ലുക്സ് ആൻഡ് വാട്ട് ഓൾ ഫെസിലിറ്റീസ് ആർ ദെയർ ഇൻ ദിസ് തിയേറ്റർ. പ്രീമിയർ ലീഗിലെ ആർസണൽ എവർട്ടൺ മാച്ചാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മത്സരങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മിനി തിയേറ്ററിൽ മാക്സിമം ഒരു 20 പേർക്ക്, കുട്ടികളടക്കം 20 പേർക്ക് ഇരുന്ന് ഫിലിം കാണാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ ഇവിടെ DJ നടത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല പാർട്ടി ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. സോ നല്ല സ്പീക്കേഴ്സിൽ നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ ചെയ്ത് അടിച്ച് തകർക്കാം. അപ്പോൾ നമ്മൾ കണ്ട പടം ആവേശമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിലിം കാണുന്നത്. സോ ഇറ്റ് വാസ് ഓക്കെ എന്ന് പറയാം. എന്തായാലും ദ എക്സ്പീരിയൻസ് ഇൻ ദ മിനി തിയേറ്റർ വാസ് റിയലി ഗുഡ്. ആദ്യമായിട്ടാണ് നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നമുക്ക് പടം കാണാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നത്. സോ വി റിയലി എൻജോയ്ഡ് ദാറ്റ്. ഞങ്ങൾ താമസിച്ച ഈ 2 ദിവസവും ഞങ്ങൾക്ക് മഞ്ഞും മഴയും വെയിലും ഈ 3 കാലാവസ്ഥയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് റിയലി ആൻ എൻജോയബിൾ ആൻഡ് പ്ലസൻറ്റ് സ്റ്റേ ഓവർ ഹിയർ. ശരിക്കും ഞങ്ങൾ ഈ 2 ദിവസം അടിച്ച് പൊളിച്ച് തകർത്തു. പിന്നെ നമുക്കറിയാമല്ലോ വാഗമണിൻ്റെ കാലാവസ്ഥ ലൈക്ക് എങ്ങനെയാണെന്നുള്ളത്. പെട്ടെന്നായിരിക്കും മഞ്ഞ് വരുന്നത്, പെട്ടെന്നായിരിക്കും ഒരു മഴ പെയ്യുന്നത്, പെട്ടെന്ന് മാനം എല്ലാം തെളിഞ്ഞ് നല്ല വെയിൽ വരും. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ആംബിയൻസ് ആണ്. ആംബിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് റിസോർട്ടിനകത്തുള്ള ആംബിയൻസ് അല്ല, ബട്ട് പുറത്തുള്ള ഈ ഒരു ആംബിയൻസ്, ഈ ഒരു പച്ചപ്പും ഈ തേയിലത്തോട്ടവും, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ആഡ് എടുക്കാൻ ഉള്ള എല്ലാ അടിപൊളി ഒരു ലൊക്കേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ റീൽസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ ഫാമിലി ഫോട്ടോസ്, കാൻഡിഡ് പിക്സ്, കപ്പിൾ ഫോട്ടോസ്, ഇതിനെല്ലാം പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഞാനിവിടെ ഷെയർ ചെയ്ത ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് എത്രത്തോളം ഭംഗിയും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫുൾ ഗ്രീനറിയാണ്. പിന്നെ ഇതുപോലത്തെ വീഡിയോ ഷൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മോഡൽസൊക്കെ നല്ല തകർത്ത് അഭിനയിച്ച ഒരു വീഡിയോ ഷൂട്ടാണിത്. സോ ഇത് കൂടാതെ നമ്മൾ വേറെ 2 വീഡിയോ ഷൂട്ട്സും ഒരു ഡാൻസ് ഷൂട്ടും നമ്മൾ ഈ ലൊക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഇൻസ്റ്റ ഫോളോ ആയെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്.
പിന്നെ ഈ റിസോർട്ടിന് അടുത്ത് KPM ഫിഷ് ഫാം എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. ഞങ്ങൾ റിസോർട്ടിൽ നിന്നെല്ലാം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്. പിന്നെ നമുക്ക് ഈ കാണുന്ന കുട്ടവഞ്ചിയിൽ കയറി ഇവിടെ വളർത്തുന്ന കോയി മീനുകൾക്ക് ഭക്ഷണം നൽകാം. കോയി മീനുകൾ വളരെ എക്സ്പെൻസീവായ മീനുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ റിസോർട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ദിസ് സ്പോട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വിഷിംഗ് എവറി വൺ എ ബ്ലെസ്ഡ് 2025. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.